നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ പാദത്തിലെ റിസൾട്ടുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാൽ ആദ്യ പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 3-1 കോപ്പൻഹേഗനെ തോൽപ്പിച്ച് നിൽക്കുകയാണ്. റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് RB ലൈപ്സിഗിനെ തോൽപ്പിച്ച് നിൽക്കുകയാണ്. PSG ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ബയേൺ മ്യൂണിക്കിൽ ലാസിയോയോട് ഏകപക്ഷീയമായ 1 ഗോളിന് തോറ്റ് നിൽപ്പാണ്. PSVയും ഡോട്ട്മുണ്ടും 1-1 സമനില. ഇന്റർ മിലാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചപ്പോൾ ആഴ്സണലിന് പോർട്ടോ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് നിൽക്കുകയാണ്. നാപ്പോളി ബാഴ്സ മത്സരം 1-1 സമനിലയാണ്. അതായത് രണ്ടാം പാദത്തിൽ പല മത്സരങ്ങളും തീരുമാനമാവേണ്ടതുണ്ട് എന്നർത്ഥം. ഇന്ന് 2 മത്സരങ്ങൾ നടക്കുന്നു. ഒന്ന് ബയേണിന്റെ കളിയാ. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 ആ കളി. ബയേണിന്റെ മൈതാനത്താണ്, ഹോം മത്സരമാണ് എന്നുള്ളത് ബയേണിന് ഒരു ആശ്വാസമാണ്. എതിരാളികൾ ലാസിയോ ആദ്യ പാദത്തിൽ 1 ഗോളിന്റെ ലീഡ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഡിഫെൻസീവ്ലി കളിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ബയേൺ വേഴ്സസ് ലാസിയോ പോരാട്ടം ബയേണിന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്ന കാര്യം കൂടി ഓർക്കണം. പ്രത്യേകിച്ച് ടുഷലും സംഘവും അത്ര മികച്ച രൂപത്തിലെല്ലാം ബൂണ്ടസ് ലീഗയിൽ അടക്കം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ ആരാധകർ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം PSG ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. ഇതേ സമയത്ത് തന്നെയാണ് രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 PSG ഏകപക്ഷീയമായ 2 ഗോളിന് ആദ്യപാദം വിജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളി റയൽ സോസിഡാഡിന്റെ മൈതാനത്താണ്. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ PSG തവണ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും. കഴിഞ്ഞ 2 വർഷങ്ങളിലും മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ചുണ്ടായിരുന്ന മുന്നേറ്റ നിര കളിച്ചിട്ടും പ്രീ ക്വാർട്ടർ കടക്കാൻ PSG ആയിരുന്നില്ല. ഇപ്പോൾ മെസ്സി പോയപ്പോൾ, നെയ്മറും മെസ്സിയും ഒക്കെ പോയപ്പോൾ അവർ വീണ്ടും പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നു, പ്രീ ക്വാർട്ടർ കടക്കാൻ പോകുന്നു, ക്വാർട്ടറിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്ത മത്സരം വ്യാഴാഴ്ച പുലർച്ചെ എന്ന് പറയുമ്പോൾ നാളെ രാത്രി നടക്കുന്ന മത്സരമാണ്. പക്ഷെ നമുക്കത് വ്യാഴാഴ്ച പുലർച്ചെ 1:30 കാണാൻ പറ്റുക. റയൽ മാഡ്രിഡ് വേഴ്സസ് RB ലൈപ്സിഗ്. ആ കളി റയലിന്റെ മൈതാനത്താണ്. ഓൾറെഡി 1 ഗോളിന്റെ ലീഡ് ഉണ്ട് റയലിന് എന്നുള്ളത് കൊണ്ട് അവർ മുന്നോട്ട് പോകാൻ നല്ല സാധ്യത കാണുന്നു. അതേ സമയത്ത് തന്നെ വ്യാഴാഴ്ച പുലർച്ചെ 1:30 മാഞ്ചസ്റ്റർ സിറ്റി കോപ്പൻഹേഗനെതിരെയും കളിക്കുന്നുണ്ട്. സിറ്റി 3-1 ലീഡിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ആശങ്കക്ക് വകയില്ല. ഇത്രയും മത്സരങ്ങളാണ് ഈ മിഡ് വീക്കിൽ നടക്കുന്നത്. ബാക്കി മത്സരങ്ങൾ അടുത്ത മിഡ് വീക്കിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.